Hello friends, welcome to Knowledge Center. 10th പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജ് എക്സാമിലെ സയൻസ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കൂടി പഠിക്കാം. ഇനി വരുന്ന നെക്സ്റ്റ് ഫേസുകളിൽ എക്സാം എഴുതുന്നവർക്ക് ഇത് തീർച്ചയായും യൂസ്ഫുൾ ആവും. നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ക്വസ്റ്റ്യൻസ് 61 മുതൽ 80 വരെയാണ് സയൻസ് ഭാഗത്തു നിന്ന് വരുന്നത്. 61ാമത്തെ ക്വസ്റ്റ്യൻ, ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരെന്നാണ്? ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ ആണ് ആൻസർ. ജൈവവൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ച ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനാണ് വാൾട്ടർ ജി റോസൻ. ഇനി ജൈവവൈവിധ്യം എന്താണെന്ന് നോക്കാം. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേർന്നതാണ് ജൈവവൈവിധ്യം. ഈ ജൈവവൈവിധ്യത്തിൽ ഉൾപ്പെടുന്ന 3 തലങ്ങളാണ് ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, അതുപോലെ ജനിതക വൈവിധ്യം. ഇനി എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ നോക്കാം. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇതിന് എക്സാമ്പിളാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, അതുപോലെ കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, അതുപോലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഇനി എന്താണ് എക്സിറ്റു കൺസർവേഷൻ നോക്കാം. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് എക്സിറ്റു കൺസർവേഷൻ. ഇതിന് എക്സാമ്പിളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ, അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ എന്നിവയൊക്കെ. അതുപോലെ തന്നെ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നറിയപ്പെടുന്നത്. ഇത് റേച്ചൽ കൈസനെ പറ്റി എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരെന്നുള്ളത്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് നിശബ്ദ വസന്തം എന്ന പുസ്തകം എഴുതിയ അമേരിക്കൻ ഗവേഷകയാണ് റേച്ചൽ കൈസൻ. 1962 ഇവർ ഈ പുസ്തകം എഴുതുന്നത്. ഒരു പുസ്തകത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അമേരിക്കയിൽ DDT നിരോധിച്ച വർഷം 1972. ഇനി ഏണസ്റ്റ് ഹെയ്ക്കൽ ആരെന്ന് നോക്കാം. ഇദ്ദേഹം ഒരു ജർമ്മൻ ജീവശാസ്ത്രജ്ഞനാണ്, അതുപോലെ പ്രകൃതി ശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനായ വ്യക്തിയാണ്. ആന്ത്രോപോജനി, ഇക്കോളജി, അതുപോലെ ഫൈലോജനി, പ്രോട്ടിസ്റ്റ എന്നിവ ഉൾപ്പെടെ പല ശാസ്ത്രശാഖകളും കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഉൽപരിവർത്തന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഹ്യൂഗോ ഡി വെറീസ്. ദി മ്യൂട്ടേഷൻ തിയറി എന്ന ഗ്രന്ഥത്തിലൂടെ തൻ്റെ സിദ്ധാന്തങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചു. അതുപോലെ ഗ്രിഗർ മെൻഡലിൻ്റെ ജനിതക സിദ്ധാന്തം പുനരാവിഷ്കരിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. 62ാമത്തെ ക്വസ്റ്റ്യൻ, അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതെന്ന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലേ. ഓപ്ഷൻ എ പ്ലാസൻ്റയാണ് ആൻസർ. ഭ്രൂണം എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് പ്ലാസൻ്റ. ഭ്രൂണത്തിന് ആവശ്യമായ ഓക്സിജൻ, പോഷക ഘടകങ്ങൾ എന്നിവയൊക്കെ ലഭിക്കുന്നത് പ്ലാസൻ്റയിലൂടെയാണ്. മറുപിള്ള എന്നറിയപ്പെടുന്നത് പ്ലാസൻ്റയാണ്. എന്താണ് പൊക്കിൾക്കൊടി? ഗർഭസ്ഥ ശിശുവിനെ പ്ലാസൻ്റയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് പൊക്കിൾക്കൊടി. അമ്നിയോൺ എന്ന് പറയുന്നത് ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കുന്ന ഗർഭാശയത്തിലെ ഇരട്ട സ്തരമാണ് അമ്നിയോൺ. ഈ അമ്നിയോൺ സ്തരത്തിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകമാണ് അമ്നിയോട്ടിക് ദ്രവം. അടുത്ത 63ാമത്തെ ക്വസ്റ്റ്യൻ, കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടികൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതെന്നാണ്. ഓപ്ഷൻ ഡി സ്ക്ലീറൻകൈമയാണ് ആൻസർ. സസ്യങ്ങളിലെ 3 തരം അടിസ്ഥാന കോശങ്ങളാണ് സ്ക്ലീറൻകൈമ, പാരൻകൈമ, കോളൻകൈമ എന്നിവ. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന സസ്യകലകളാണ് പാരൻകൈമ. അതുപോലെ പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന സസ്യകലയാണ് പാരൻകൈമ. ചെടികളിൽ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതാണ് സ്ക്ലീറൻകൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സസ്യകലകളാണ് സ്ക്ലീറൻകൈമ. അതുപോലെ സസ്യങ്ങളിൽ ഭക്ഷണവസ്തുക്കളൊക്കെ ശേഖരിച്ച് വെക്കാൻ സഹായിക്കുന്ന കലകൾ പാരൻകൈമയാണ്. തേങ്ങയുടെ ചിരട്ട നിർമ്മിച്ചിരിക്കുന്ന കലകൾ ഏതെന്ന് ചോദിച്ചാൽ അത് സ്ക്ലീറൻകൈമയാണ്. ഈ കോളൻകൈമ നോക്കാം. സസ്യങ്ങളെ ഒടിയുന്നതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന കലകളാണ് കോളൻകൈമ. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്ന സസ്യകലകളാണ് കോളൻകൈമ. കോളൻകൈമയുടെ അഗ്രഭാഗങ്ങൾ കട്ടിയുള്ളതാവാൻ കാരണമായ പദാർത്ഥങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ പെക്റ്റിൻ, അതുപോലെ സെല്ലുലോസ് ആണ്. പെക്റ്റിൻ, സെല്ലുലോസ്. സസ്യങ്ങളിലെ സങ്കീർണ കലകൾ അല്ലെങ്കിൽ സംവഹന കലകൾ എന്നറിയപ്പെടുന്നതാണ് സൈലവും ഫ്ലോയും. എന്താണ് സൈലം? സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലം, പോഷക ഘടകങ്ങൾ എന്നിവയെ ഇലകളിൽ എത്തിക്കുന്ന കലകളാണ് സൈലം. അതുപോലെ ഇലകൾ നിർമ്മിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന കലകളാണ് ഫ്ലോയം.
സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സങ്കീർണ കലകൾ ഏതെന്ന് ചോദിച്ചാൽ അത് സൈലാട്ടോ. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചെറുകുടലിനകത്തെ പോഷകാകിരണത്തിലുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതെന്നാണ്? ഓപ്ഷൻ ബി വില്ലസുകളാണ് ആൻസർ. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗമാണ് വില്ലസ്. പോഷക ഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്ന ഭാഗമാണ് ഈ വില്ലസ്. ഇനി ചെറുകുടലിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിയോഡിനം, ജിജിനം, ഇലിയം എന്നിവയാണ്. ദഹന വ്യവസ്ഥയിൽ പോഷകാംശങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം എന്ന് വെച്ചാൽ അത് ചെറുകുടലിലാണ്. ചെറുകുടലിൽ വെച്ചിട്ടാണ് പോഷകാംശങ്ങളൊക്കെ ആഗിരണം ചെയ്യപ്പെടുന്നത്. ദഹന വ്യവസ്ഥയിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ചോദിച്ചാൽ അത് വൻകുടലാണ്. ഇനി ദഹന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ. വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ ഇത്രയാണ് ദഹനവ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ. ഇനി ആൽവിയോലസുകൾ എന്താണെന്ന് നോക്കാം. ശ്വാസകോശത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് ആൽവിയോലകൾ. ശ്വാസകോശത്തിൽ വാതക വിനിമയം നടക്കുന്ന വായു അറകളാണ് ആൽവിയോലകൾ. അടുത്ത ക്വസ്റ്റ്യൻ, വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഏതെന്നാണ്? ഓപ്ഷൻ സി വൃക്കാധമനിയാണ് ആൻസർ. രക്തത്തിലെ വിഷപദാർത്ഥങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് വൃക്ക. മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവം എന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ്. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. ഒരു വൃക്കയുടെ ഭാരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 150 ഗ്രാമാണ്. വൃക്കകളിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്ന ധമനിയാണ് വൃക്കാധമനി. അതുപോലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്നത് വൃക്കാസിരയാണ്. ഹൃദയത്തിൽ നിന്നും മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ അല്ലെങ്കിൽ ആർട്ടറീസ് എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് സിരകൾ അല്ലെങ്കിൽ വെയിൻസ്. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് സിരകൾ. ശുദ്ധരക്തം വഹിക്കുന്ന സിരകളാണ് ശ്വാസകോശ സിരകൾ അല്ലെങ്കിൽ പൾമണറി വെയിൻ. ഇനി ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. എന്നാൽ അശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമണറി ആർട്ടറി. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോമഹാസിരയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാധമനിയാണ് അല്ലെങ്കിൽ അയോട്ട. 66ാമത്തെ ക്വസ്റ്റ്യനാണ്, നേത്ര വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്ന്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരി എന്നുള്ളത്. ഏതൊക്കെയാണ്? 3ഉം 4ഉം കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ. അതുപോലെ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം. ഇത് രണ്ടും ശരിയാണെന്നാണ് പറഞ്ഞത്. ബാക്കി കണ്ണിൽ വരുന്ന വൈകല്യങ്ങളൊക്കെ നോക്കാം. വർണ്ണാന്തത എന്താണെന്ന് നോക്കാം. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത. വർണ്ണാന്തത ബാധിച്ചയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരേ ഒരു നിറം നീലയാണ്. പ്രാഥമിക വർണ്ണങ്ങളിൽ നീലയാണ്. ഇനി വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പും പച്ചയുമാണ്. ഇനി ഡാൽറ്റനിസം എന്നറിയപ്പെടുന്നത് ഈ വർണ്ണാന്തതയാണ്. വർണ്ണാന്തത നിർണ്ണയിക്കാനുള്ള പരിശോധനയാണ് ഇഷിഹാര. ഇനി അടുത്തത് നിശാന്തത ആണ്. രാത്രി കാഴ്ച കുറയുന്ന അവസ്ഥയാണ് നിശാന്തത. നേത്രഗോളങ്ങളിലെ മർദ്ദം അസാധാരണമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലൂക്കോമ. അത് ദീപങ്ങൾക്ക് ചുറ്റും വർണ്ണവലയങ്ങൾ ഉള്ളതുപോലെ തോന്നുന്ന വൈകല്യമാണ് ഗ്ലൂക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗം ഗ്ലൂക്കോമയാണ്. ഇനി സിറോഫ്താൽമി എന്താണെന്ന് നോക്കാം. കണ്ണിലെ കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. പ്രസ് ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളയുത്ത് എന്ന് പറഞ്ഞാൽ കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന കാഴ്ചാ വൈകല്യമാണ്. കണ്ണിലെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലമുണ്ടാകുന്ന കാഴ്ചാ വൈകല്യമാണ് പ്രസ് ബയോപ്പിയ. ഇനി രണ്ട് കണ്ണുകളും ഒരേ വസ്തുവിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് കോങ്കണ്ണ്. അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ചെങ്കണ്ണ്. എന്താണ്? അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ്. ഈ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും എന്താണെന്ന് നോക്കാം. ഹ്രസ്വദൃഷ്ടിയുടെ മറ്റൊരു പേരാണ് മയോപ്പിയ. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. ഈ മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺകേവ് ലെൻസാണ്. മയോപ്പിയ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ അവതല ലെൻസ്. ഇനി അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. ദീർഘദൃഷ്ടിയുടെ മറ്റൊരു പേരാണ് ഹൈപ്പർ മെട്രോപ്പിയ.
ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസാണ് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ലെൻസ് ഉത്തല ലെൻസ് എന്നും പറയും. കോൺവെക്സ് ലെൻസ് അതല്ലെങ്കിൽ ഉത്തല ലെൻസ്. ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയ്ക്ക് മുൻപിലാണ്. ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് റെറ്റിനയുടെ മുൻപിലാണ്. ദീർഘദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം റെറ്റിനയുടെ പിറകിലാണ് രൂപപ്പെടുന്നത്. ഇനി നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി. നേത്ര ലെൻസിൻ്റെ വക്രത മൂലം വസ്തുവിൻ്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. ഈ അസ്റ്റിഗ്മാറ്റിസം അല്ലെങ്കിൽ വിഷമദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് സിലിണ്ട്രിക്കൽ ലെൻസ്. സിലിണ്ട്രിക്കൽ ലെൻസാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഏതെന്നാണ്? ഓപ്ഷൻ സി മൊനേറയാണ് ആൻസർ. യഥാർത്ഥ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളായ പ്രോകാരിയോട്ടുകളാൽ നിർമ്മിതമായ ഒരു വിഭാഗമാണ് മൊണേറ എന്ന് പറഞ്ഞാൽ. 1866 ഏണസ്റ്റ് ഹെയ്ക്കലാണ് മൊണേറ എന്ന ടാക്സൺ വിഭാഗത്തെ ഫൈലമായിട്ട് ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. മൊണേറ വിഭാഗത്തിൽ കാണപ്പെടുന്ന ജീവികളെ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്, ബാക്ടീരിയ അല്ലെങ്കിൽ അതുപോലെ ആർക്കിയ. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികൾ അറിയപ്പെടുന്നത് പ്രോകാരിയോട്ടുകൾ എന്നാണ്. അതിന് എക്സാമ്പിളാണ് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവ. ഇനി കോശങ്ങളിൽ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്ന ജീവികൾ അറിയപ്പെടുന്നത് യൂക്കാരിയോട്ടുകൾ എന്നാണ്. അതിനുദാഹരണം അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. ശരീരത്തിൽ ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. അതായത് അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ ഇവയൊക്കെ ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. ഇനി രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികൾ. സസ്യങ്ങൾ, ജന്തുക്കളൊക്കെ ബഹുകോശ ജീവികൾക്ക് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, സൊമാറ്റോട്രോപ്പിൻ ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളിൽ പെട്ടതാണ് ഈ സൊമാറ്റോട്രോപ്പിൻ ഹോർമോൺ. വളർച്ചാ ഹോർമോൺ എന്നാണ് ഈ ഒരു ഹോർമോണിനെ അറിയപ്പെടുന്നത്. ഇനി ഈ ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റു ഹോർമോണുകളാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ TSH. പിന്നെ ഏതൊക്കെയാണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, പിന്നെ അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ ACTH, പിന്നെ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ GTH, പിന്നെ പ്രൊലാക്റ്റിൻ. 5 ഹോർമോണുകളാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ. എന്താണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്താണ്? അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. ഇനി ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ എന്താണ്? പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനവും അതുപോലെ സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ. എന്താണ് വളർച്ച? ഈ സൊമാറ്റോട്രോപ്പിക് ഹോർമോണാണ് ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ. ഇതിനെ വളർച്ചാ ഹോർമോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി പ്രൊലാക്റ്റിൻ എന്താണ്? മുലപ്പാൽ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിലൂടെ ശരീരത്തിൻ്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം എന്ന് പറയുന്നത്. സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിലൂടെ ഉണ്ടാകുന്ന ശരീരത്തിൻ്റെ വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം. ഇനി സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം. ഭീമാകാരത്വം എന്താണ്? സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ്. ഇനി വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് അക്രോമെഗാലിയാണ്. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ, കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ്. ഇതിൽ ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം ശരിയെന്നുള്ളതാണ്. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പെർവിക് ആസിഡായി മാറുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. എന്താണ് കോശശ്വസനം എന്ന് നോക്കാം. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. ഈ കോശശ്വസന ഫലമായി ഊർജം നിർമ്മിക്കപ്പെടുന്നത് ATPയിലാണ്. ATPയുടെ പൂർണ്ണരൂപം എന്താണ്? അഡിനോസിൻ ഡ്രൈഫോസ്ഫേറ്റ് എന്നാണ്. അഡിനോസിൻ ഡ്രൈഫോസ്ഫേറ്റ് ആണ് ATPയുടെ പൂർണ്ണരൂപം. ഇനി കോശത്തിൻ്റെ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ഈ ATP ആണ്. ATP നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത് നൈട്രജനും ഫോസ്ഫറസും ആണ്. നൈട്രജനും ഫോസ്ഫറസും ആണ് ATP നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ.
ഇനി ഒരു കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ATPകളുടെ എണ്ണമാണ് 30 ATPകളാണ് ഒരു കോശശ്വസനത്തിൻ്റെ ഫലമായിട്ട് ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്നത്. ഇനി കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടം എന്താണ് അറിയപ്പെടുന്നത്? ഗ്ലൈക്കോളിസിസ് എന്നാണ്. ഗ്ലൈക്കോളിസിസ് ആണ് കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടം. ഓക്സിജൻ്റെ അഭാവത്തിലാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ഇനി കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പെർവിക് ആസിഡായി മാറുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ്. കോശദ്രവ്യത്തിൽ വെച്ച് ഗ്ലൂക്കോസ് വിഘടിച്ച് പെർവിക് ആസിഡായി മാറുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ്. ഇനി ഈ ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്നത് 2 ATP തന്മാത്രകളാണ്. ഇനി കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന ഈ പ്രവർത്തനമാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശദ്രവ്യത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇനി കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നതാണ് ക്രെബ്സ് പരിവർത്തി. ക്രെബ്സ് പരിവർത്തിയാണ് കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടം. അതിലൂടെ 28 ATP തന്മാത്രകളാണ് ലഭിക്കുന്നത്. ഇനി ഓക്സിജൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ ക്രെബ്സ് പരിവർത്തി. മൈറ്റോകോൺട്രിയയിൽ വെച്ച് പെർവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ക്രെബ്സ് പരിവർത്തി. എവിടെ വെച്ചാണ് ക്രെബ്സ് പരിവർത്തി നടക്കുന്നത്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. എത്ര തന്മാത്രകളാണ്? 28 ATP തന്മാത്രകളാണ് ക്രെബ്സ് പരിവർത്തിയിലൂടെ സ്വതന്ത്രമാകുന്നത്. ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചും നടക്കുന്നു എന്നാണ് പറഞ്ഞത്. ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചാണ്, രണ്ടാം ഘട്ടം എവിടെയാണ്? റൈബോസോമിൽ വെച്ചിട്ടല്ലേ? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ് എന്നുള്ളതാണ്. പക്ഷെ എന്താണ്? ഓക്സിജൻ്റെ അഭാവത്തിൽ നടക്കുന്ന കോശശ്വസനമാണല്ലേ ഗ്ലൈക്കോളിസിസ്. മൂന്നാമത്തേത് എന്താണ് പ്രസ്താവന? ഗ്ലൈക്കോളിസിസിൻ്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് തെറ്റാണല്ലേ. ഗ്ലൈക്കോളിസിസിൽ 2 ATP തന്മാത്രകളാണ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത് എന്നാണ്. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി കണ്ണാണ് ആൻസറായി വരുന്നത്. കണ്ണിലെ ലെൻസിനും റെറ്റിനക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന അറയാണ് വിട്രിയസ് അറ. എവിടെയാണ്? ലെൻസിനും റെറ്റിനക്കും ഇടയിലായിട്ട് കാണപ്പെടുന്ന അറയാണ് വിട്രിയസ് അറ. ഇനി വിട്രിയസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് വിട്രിയസ് ദ്രവം. നേത്രഗോളത്തിൻ്റെ ആകൃതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ദ്രവം ഏതെന്ന് ചോദിച്ചാൽ അത് വിട്രിയസ് ദ്രവമാണ്. ഇനി എന്താണ് അക്വസ് അറ എന്ന് പറഞ്ഞാൽ? കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസ് അറ. കോർണിയക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ് അക്വസ് അറ. അക്വസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുക എന്നുള്ള ധർമ്മമാണ് അക്വസ് ദ്രവം നിർവഹിക്കുന്നത്. കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസ് ദ്രവം. അടുത്ത ക്വസ്റ്റ്യൻ, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏതെന്നാണ്. ഓപ്ഷൻ എ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ജനറേറ്ററിൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഊർജ്ജ പരിവർത്തനങ്ങൾ നോക്കാം. ഇനി എന്താണ് ഡൈനാമോയിൽ നടക്കുന്നത്? ഡൈനാമോയിൽ എന്താണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. ഡൈനാമോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ഡൈനാമോയിൽ. ഇനി എന്താണ് വൈദ്യുത ബൾബിൽ എന്താ നടക്കുന്നത്? വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജവുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജം അതുപോലെ താപോർജ്ജം എന്നിവയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി മൈക്രോഫോണിൽ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. മൈക്രോഫോൺ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. ലൗഡ് സ്പീക്കറിൽ എന്താ നേരെ തിരിച്ചാണ്, വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതെപ്പോഴും മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഫോൺ നമ്മൾ എടുത്താൽ തന്നെ നമുക്ക് ശബ്ദമാണല്ലേ ആദ്യം കേൾക്കാം. അപ്പോൾ ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ലൗഡ് സ്പീക്കർ എന്താണ്? വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുകയാണ്. സോളാർ സെല്ലിൽ എന്താണ്? പ്രകാശോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. ഇനി വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുക. വൈദ്യുതോർജ്ജം പിന്നെ യാന്ത്രികോർജ്ജമായിട്ടാണ് വൈദ്യുത മോട്ടോറിൽ. ഇനി കത്തുന്ന മെഴുകുതിരിയിൽ എന്താണ്? രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജമായിട്ട് മാറുകയാണ്. കത്തുന്ന മെഴുകുതിരി രാസോർജ്ജം പ്രകാശോർജ്ജവും താപോർജ്ജമായിട്ട് മാറുകയാണ്. ഇനി ആവിയന്ത്രത്തിൽ എന്താണ്? താപോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുകയാണ്. താപോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നതാണ് ആവിയന്ത്രം. ഇനി ഇലക്ട്രിക് ഹീറ്ററിൽ എന്താണ്? വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുകയാണ്. ഇലക്ട്രിക് ഹീറ്ററിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുകയാണ്. ഇലക്ട്രിക് ബെല്ലിലോ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുകയാണ്. പ്രകാശ സംശ്ലേഷണം പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നതാണ് പ്രകാശ സംശ്ലേഷണത്തിൽ. ഇനി എന്താണ്? ഫാനിൽ വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നതാണ് ഫാനും.
ഇസ്തിരിപ്പെട്ടി എന്താണ്? വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുന്നതാണ് ഇസ്തിരിപ്പെട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനം ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയത്തെയാണ്. ഈ ഓപ്ഷനിൽ യുറേനിയം എന്ന് കൊടുക്കണമെന്നില്ല, U-235 എന്ന് പറഞ്ഞാലും സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയം. ഇനി ന്യൂക്ലിയർ റിയാക്ടറുകളിൽ നിയന്ത്രണ ദണ്ഡുകളായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ബോറോണും കാഡ്മിയം ആണ്. ബോറോണും കാഡ്മിയം ആണ് ആൻസർ. ന്യൂക്ലിയർ റിയാക്ടറുകൾ നിയന്ത്രണ ദണ്ഡുകളായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ബോറോണും കാഡ്മിയം ആണ്. ഇനി ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നുള്ള റേഡിയേഷൻ തടയാനായി കവചം നിർമ്മിക്കുന്ന പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് കറുത്തീയം അല്ലെങ്കിൽ ലെഡാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നുള്ള റേഡിയേഷൻ തടയാനായിട്ട് കവചം നിർമ്മിക്കുന്ന പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് കറുത്തീയം അല്ലെങ്കിൽ ലെഡാണ്. അപ്പോൾ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകം ഏതെന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറായി വരുന്നതും യുറേനിയമാണ്. യുറേനിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയമാണ്. അതുപോലെ ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത മൂലകവും യുറേനിയമാണ്. ഇനി നമുക്ക് കുറച്ച് മൂലകങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന കുറച്ച് മൂലകങ്ങളുടെ സവിശേഷതകളൊക്കെ നോക്കാം. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് കാർബണാണ്. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകമാണ് കാർബൺ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം എന്ന് ചോദിച്ചാൽ അത് ഫ്ലൂറിനാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിൻ. ഇനി ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം സീസിയം ആണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി സീസിയം. ഇനി സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സിലിക്കൺ. സൗരസെൽ നിർമ്മാണം സിലിക്കൺ. ഇനി ചിപ്പുകളുടെയും ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സിലിക്കണും ജെർമേനിയവുമാണ്. മാറിപ്പോരുത്, സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം എന്ന് മാത്രം ചോദിച്ചത് സിലിക്കണാണ്. ഇനി ചിപ്പുകളുടെയും ട്രാൻസിസ്റ്ററുകളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ചോദിച്ചാൽ അത് സിലിക്കണും ജെർമേനിയമാണ്. ഇനി കടൽ പായലുകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചത് ഫോസ്ഫറസ് ആണ്. പായലുകളിൽ ഫോസ്ഫറസ്. ഇനി അതുപോലെ ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായത് സൾഫറാണ്. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണം സൾഫർ. വജ്രത്തിന് സമാനമായ പരൽഘടനയുള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ജെർമേനിയാണ്. വജ്രത്തിന് സമാനമായിട്ടുള്ള പരൽഘടനയുള്ള മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് ജെർമേനിയം. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം റെഡോൺ ആണ്. റേഡിയോ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ റെഡോൺ. ഇനി നീന്തൽ കുളങ്ങളിൽ ശുദ്ധീകരണത്തിന് അണുനാശിനിയായിട്ട് ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. ഇനി എന്താണ് അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതെന്ന് ചോദിച്ചത് സീസിയമാണ്. എന്താണ് സീസിയത്തെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചത്? ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് സീസിയം. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ പഠിച്ചത്? ആറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അതും സീസിയമാണ്. ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന മൂലകം എന്ന് വെച്ചാൽ അത് സിങ്കാണ്. ഒരു ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്ന മൂലകം എന്ന് വെച്ചാൽ അത് സിങ്കാണ്. ഇനി റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകമാണ് സൾഫറാണ്. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫറാണ്. അതുപോലെ റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകവും സൾഫറാണ്. ഇനി റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുന്ന സൾഫർ ചേർക്കുന്ന പ്രക്രിയ എന്താണ് അറിയപ്പെടുന്നത്? വാൾക്കനൈസേഷൻ. എപ്പോഴും PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് വാൾക്കനൈസേഷൻ. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വാൾക്കനൈസേഷൻ. ഇനി ആസിഡ് ഉണ്ടാക്കുന്നതെന്ന് അർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. ആസിഡ് ഉണ്ടാക്കുന്നത് ഓക്സിജനും ഇനി എന്താണ്? സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്നറിയപ്പെടുന്ന സംയുക്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിലിക്കയാണ്. സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് സിലിക്ക. 73ാമത്തെ ക്വസ്റ്റ്യനാണ്, വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം എത്രയാകുമെന്നാണ്. ഓപ്ഷൻ ഡി 4 മടങ്ങാകും എന്നുള്ളതാണ് ആൻസർ. ഒരു വസ്തുവിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. ഒഴുകുന്ന ജലം, അതുപോലെ വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ് എന്നിവയിലേക്ക് ഊർജ്ജം ഗതികോർജ്ജമാണ്. M മാസമുള്ള ഒരു വസ്തു V പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജ്ജം എത്രയാവും? അതിൻ്റെ ഇക്വേഷനാണ് K = ½ mv². K = ½ mv² ആണ് ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയാക്കിയാൽ ഗതികോർജ്ജം എത്രയാവും? 4 മടങ്ങ് വർദ്ധിക്കും എന്നാണല്ലേ പറഞ്ഞത്. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജവും കൂടുന്നു. പ്രസ്താവനയായിട്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജ്ജം കൂടുക ചെയ്യുന്നത്. എന്താണ്? മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം എന്താ ചെയ്യുന്നത്? കുറയുക ചെയ്യുന്നത്. എന്നാൽ സ്ഥിതികോർജ്ജം കൂടുകയും ചെയ്യുന്നു. മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം കുറയുന്നു,
സ്ഥിതികോർജ്ജം കൂടുക ചെയ്യുന്നത്. എന്താ സ്ഥിതികോർജ്ജം? ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഉയരം കൂടുന്നതനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം കൂടുക ചെയ്യുന്നത്. എന്നാൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ ഗതികോർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്. എന്താണ് സ്ഥിതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്ഥിതികോർജ്ജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mgh ആണ്. എം എന്താണ്? പിണ്ഡം. ഇനി ജി എന്താണ്? ഗുരുത്വാകർഷണ ത്വരണമാണ്. ഗുരുത്വാകർഷണ ത്വരണം 9.8 m/s² ആണ്. അതുപോലെ h ഉയരം. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു അല്ലെങ്കിൽ സ്ഥിതികോർജ്ജം ഈക്വൽ ടു mgh. അല്ലെങ്കിൽ ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? k ഈക്വൽ ടു ½ mv² ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ്. ഇതിൽ വേഗമാണ് കൂട്ടത്തിൽ പെടാത്തത്. പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം ഇവയൊക്കെ എന്താണ്? സദിശ അളവുകളാണല്ലേ. അളവിനോടൊപ്പം ദിശയും പ്രസ്താവിക്കുന്ന ഭൗതിക അളവുകളാണെന്ത്? സദിശ അളവുകൾ. അളവിനോടൊപ്പം ദിശയും പ്രസ്താവിക്കുന്നതാണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെയാണ്? സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ബലം ഇവയൊക്കെ സദിശ അളവുകളാണ്. എന്നാൽ ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളാണ് അദിശ അളവുകൾ. ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ദൂരം, സമയം, പിണ്ഡം, അതുപോലെ വിസ്തീർണം, വേഗം, വ്യാപ്തം, സാന്ദ്രത ഇവയൊക്കെ അദിശ അളവുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്നാണ്. ഓപ്ഷൻ ബി ബാരോമീറ്റർ ആണ് ആൻസർ. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ഇനി എന്താണ് പൈറോമീറ്റർ? എന്താണ്? ഉയർന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഉയർന്ന ഊഷ്മാവ് അളക്കുന്നത് പൈറോമീറ്റർ. ഇനി ഹൈഡ്രോമീറ്റർ ആണ്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാനാണ്. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രോമീറ്റർ. ടെലിസ്കോപ്പ് ദൂരെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ നമുക്കറിയാം അല്ലേ. ഇനി എന്താണ്? ഓഡോമീറ്റർ എന്താണ്? വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡോമീറ്റർ. ഇനി അൾട്ടിമീറ്റർ എന്താണ്? ഉയരം അളക്കുന്ന ഉപകരണമാണ് അൾട്ടിമീറ്റർ. ഇനി ലാക്ടോമീറ്റർ എന്താണ്? പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് ലാക്ടോമീറ്റർ. പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നത് ലാക്ടോമീറ്റർ. തെർമോമീറ്റർ എന്താണ്? ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അത് തെർമോമീറ്റർ ആണ്. ഇനി പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നതിനുള്ള ഉപകരണം വോൾട്ട് മീറ്റർ. അതുപോലെ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ അത് അമ്മീറ്റർ ആണ്. വൈദ്യുത പ്രവാഹ തീവ്രത അമ്മീറ്റർ. എന്നാൽ വളരെ കുറഞ്ഞ അളവിലുള്ള വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഗാൽവനോമീറ്റർ ആണ്. ഇനി ഇലക്ട്രോസ്കോപ്പ് എന്താ? ഇലക്ട്രിക് ചാർജിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോസ്കോപ്പ്. അടുത്ത 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെട്ട പെടാത്ത പ്രസ്താവന ഏതെന്നാണ്. ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളതാണ് പെടാത്ത പ്രസ്താവന. ബാക്കി ഏതൊക്കെയാണ്? പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, അതുപോലെ ഇലക്ട്രോണിനെ കണ്ടെത്തി, അതുപോലെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം നടത്തി. ഇവ മൂന്നും എന്താണ്? ജെ തോംസണുമായിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജെ തോംസൺ ആരാണ്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഇലക്ട്രോൺ കണ്ടെത്തിയതാണ് ജെ തോംസൺ. ഇനി പ്രോട്ടോൺ കണ്ടെത്തിയ ആളാണ് ഏണസ്റ്റ് റുദർഫോർഡ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നതിൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. ഇനി ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതെന്ന് ചോദിച്ചാൽ അത് ന്യൂട്രോൺ ആണ്. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം ഏതെന്ന് ചോദിച്ചാൽ അതും ന്യൂട്രോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റബ്ബറിൻ്റെ മോണോമർ ഏതെന്നാണ്. ഓപ്ഷൻ ബി ഐസോപ്രീൻ ആണ് റബ്ബറിൻ്റെ മോണോമർ. ഐസോപ്രീൻ. പ്രകൃതിദത്തമായ സ്വാഭാവിക റബ്ബറാണ് ഐസോപ്രീൻ. അതുപോലെ കൃത്രിമ റബ്ബർ ഏതാണ്? നിയോപ്രിൻ ആണ്. നിയോപ്രിൻ ആണ് കൃത്രിമ റബ്ബർ. റബ്ബറിൻ്റെ കട്ടി കൂട്ടുന്നതിനായി സൾഫർ ചേർക്കുന്ന പ്രക്രിയ എന്താണ് അറിയപ്പെടുന്നത്? വാൾക്കനൈസേഷൻ. ഈ വാൾക്കനൈസേഷൻ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ചാൾസ് ഗുഡ് ഇയർ ആണ്. ചാൾസ് ഗുഡ് ഇയർ ആണ് വാൾക്കനൈസേഷൻ കണ്ടെത്തിയത്. ഈ വാൾക്കനൈസേഷൻ കണ്ടെത്തിയതിനുള്ള പേറ്റൻസ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് ചാൾസ് ഗുഡ് ഇയർ അല്ല, തോമസ് ഹാൻകോക്ക് ആണ്. തോമസ് ഹാൻകോക്കിനാണ് വാൾക്കനൈസേഷൻ കണ്ടെത്തിയതിനുള്ള പേറ്റൻസ് ലഭിച്ചത്. റബ്ബർ ലയിക്കുന്ന ലായനി ഏതെന്ന് ചോദിച്ചാൽ അത് ബെൻസീനാണ്. ഇനി കൃത്രിമ റബ്ബറാണ് നിയോപ്രിൻ എന്ന് പറഞ്ഞില്ലേ. നിയോപ്രിൻ എന്താണ്? ഇലക്ട്രിക് കേബിളിൽ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിയോപ്രിൻ ആണ്. ഇലക്ട്രിക് കേബിളിലൊക്കെ ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് റബ്ബർ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിയോപ്രിൻ. ഇനി ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയക്ക് എന്താണ്? ഗാൽവനൈസേഷൻ ആട്ടോ.
മറ്റേത് വാൾക്കനൈസേഷൻ. ഇത് ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. ആക്റ്റീവത എന്നുള്ളത് പക്ഷേ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയതാണ്. ഓപ്ഷൻ സി ഹെൻറി ബെക്വറലാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ പിതാവ്. ഇനി എന്താ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ്. ഏണസ്റ്റ് റുദർഫോർഡിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രോട്ടോൺ കണ്ടെത്തിയ വ്യക്തിയാണ് ഏണസ്റ്റ് റുദർഫോർഡ്. അദ്ദേഹമാണ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. റോബർട്ട് ഓപ്പൺഹൈമർ. ആറ്റം ബോംബ് ഓപ്പൺഹൈമർ ആണ് ആറ്റം ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എഡ്വേർഡ് ടെല്ലർ ആണ്. ഹൈഡ്രജൻ ബോംബ് എഡ്വേർഡ് ടെല്ലർ. ഇനി ഇലക്ട്രിസിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം മൈക്കൽ ഫാരഡേ ആണല്ലേ. ഇനി പിസ്റ്റലിൻ്റെ പിതാവ് സാമുവൽ കോൾട്ട് ആണ്. പിസ്റ്റൽ സാമുവൽ കോൾട്ട്. പിസ്റ്റൽ കോൾട്ട് എന്ന് ഓർക്കുക. പിസ്റ്റൽ സാമുവൽ കോൾട്ട് ആണ്. അതുപോലെ ആസ്പിരിൻ്റെ പിതാവ് ആരെന്ന് വെച്ചാൽ ഫെലിക്സ് ഹോപ്പ്മാൻ ആണ്. ഫെലിക്സ് ഹോപ്പ്മാൻ ആണ് ആസ്പിരിൻ്റെ പിതാവ്. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തു വരുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. അണുകേന്ദ്രങ്ങൾ വിഘടിക്കുമ്പോൾ ശക്തിയേറിയ കിരണങ്ങൾ പുറത്തേക്ക് വരുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവിറ്റി. ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന പദം രൂപവത്കരിച്ചത് മേരി ക്യൂറിയാണ്. മേരി ക്യൂറിയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന പദം കൊണ്ടുവന്നത്. ഇനി റേഡിയോ ആക്ടിവിറ്റി അളക്കാനുള്ള ഉപകരണം ഏതെന്ന് വെച്ചാൽ ഗീഗർ മുള്ളർ കൗണ്ടറാണ്. ഗീഗർ മുള്ളർ കൗണ്ടറാണ് റേഡിയോ ആക്ടിവിറ്റി അളക്കുന്നതിനുള്ള ഉപകരണം. ഇനി റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ബെക്വറലാണ്. ബെക്വറലാണ് റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ് എന്നാണ്. ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ അയിരിനാണ്? ഓപ്ഷൻ ഡി അലൂമിനിയമാണ് ആൻസറായി വരുന്നത്. അലൂമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന പ്രക്രിയയാണ് ലീച്ചിങ്. അതുപോലെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഏതെന്ന് ചോദിച്ചാൽ അത് സ്വേദനമാണ്. സ്വേദനമാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്നത് സ്വേദനം എന്ന പ്രക്രിയയിലൂടെയാണ്. ഇനി ക്രിയാശീലം വളരെ കൂടിയ ലോഹങ്ങളെ അവരുടെ അയിരിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സീകാരിയാണ് വൈദ്യുതി. വൈദ്യുതി യൂസ് ചെയ്താണ് ക്രിയാശീലം കൂടിയ ലോഹങ്ങളൊക്കെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കുന്നത്. ഇനി ടിന്നും ലെഡ് എന്നീ ലോഹങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഉരുക്കി വേർതിരിക്കൽ. ഉരുക്കി വേർതിരിക്കൽ ഏതാണ്? ടിന്നും ലെഡും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വരാൻ സാധ്യതയുള്ളതാണ്. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിലെ പ്രധാന അപദ്രവ്യം ഏതെന്നുള്ളൊരു ക്വസ്റ്റ്യന് ചാൻസ് ഉണ്ട്. സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ്. SiO2 അല്ലെങ്കിൽ സിലിക്കൺ ഡൈ ഓക്സൈഡിന് അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റിലെ പ്രധാന അപദ്രവ്യം. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഏതെന്ന്. ഓപ്ഷൻ എ ഐസോബാറുകളാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. എന്നാൽ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഒരേ ആറ്റോമിക നമ്പർ അതാണ് ഐസോടോപ്പ്. ഒരേ ആറ്റോമിക നമ്പർ വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഇനി ഐസോടോപ്പ് കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ഫ്രെഡറിക് സോഡിയാണ്. ഫ്രെഡറിക് സോഡിയാണ് ഐസോടോപ്പ് കണ്ടുപിടിച്ചത്. ഐസോടോപ്പ് സോഡി. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുകളുള്ള മൂലകം എന്ന് വെച്ചാൽ അത് ടിന്നാണ്. ടിന്നിൻ്റെ 10 ഐസോടോപ്പുകളാണുള്ളത്. ഇനി ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ ഏതെന്ന് നോക്കിയാൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഈ 3 ഐസോടോപ്പുകളാണ് ഹൈഡ്രജൻ ഉള്ളത്. ഇനി കാർബണിൻ്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കാർബൺ 12, 13, 14 ഇത്രയാണ് കാർബണിൻ്റെ ഐസോടോപ്പുകൾ. കാർബണിൻ്റെ റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ 14 ഇനി പ്രകൃതിയിൽ കാർബണിൻ്റെ 99% കാണപ്പെടുന്നത് കാർബൺ 12 എന്ന രൂപത്തിലാണ്. ഇനി കുറച്ച് ഐസോടോപ്പുകളും അവയുടെ ഉപയോഗങ്ങളും നോക്കാം. കൊബാൾട്ട് 16 എന്ന ഐസോടോപ്പ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സ. ഇനി ഗോൾഡ് 198 ലുക്കീമിയ ചികിത്സക്കാണ്. അയഡിൻ 131 ഹൈപ്പർ തൈറോയിഡ് ചികിത്സ. ഹൈപ്പർ തൈറോയിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് അയഡിൻ 131. ഇനി സോഡിയം 24 യൂസ് ചെയ്യുന്നത് ആൻജിയോഗ്രാം ടെസ്റ്റിനാണ്. സോഡിയം 24 ആൻജിയോഗ്രാം ടെസ്റ്റ്. ഫോസ്ഫറസ് 32 എന്തിനാണ്? സ്കിൻ ബോൺ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഫോസ്ഫറസ് 32. അയൺ 59 എന്താണ്? അനീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് അയൺ 59. മെർക്കുറി 197 എന്നാ?
കിഡ്നി സ്കാനിങ്ങിനാണ് മെർക്കുറി യൂസ് ചെയ്യുന്നത്. ഇനി ടെക്നീഷ്യൻ 99 എന്താ? ഗ്യാമറേ സ്കാനിങ് ആണ്. ടെക്നീഷ്യൻ 99 ഗ്യാമറേ സ്കാനിങ്. അപ്പോൾ നമ്മൾ സയൻസ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ക്ലാസ് ഇനി എക്സാം എഴുതാനുള്ളവർക്ക്, അതായത് 10th പ്ലസിൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ എക്സാം എഴുതാനുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. 2021 മുതൽ നടന്നിട്ടുള്ള എല്ലാ 10th പ്ലസിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മളുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നമുക്കറിയാം ഒരു ഫേസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് ഫേസിൽ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു പഠിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.